വിഴിഞ്ഞം തുറമുഖത്തിൽ സുപ്രധാന തീരുമാനങ്ങളിലേക്ക് കടന്ന സംസ്ഥാന സർക്കാർ ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കുന്നത് വ്യവസ്ഥകളോട് അനുമതി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ അനുവദിച്ച 817.80 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭ്യമാക്കുന്നതിനായാണ് കരാർ. ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കാൻ വൈകുന്നത് നേരത്തെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. സനൂപുണ്ട് വിവരങ്ങളുമായി. സനൂപ്, ഈ ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കാൻ വൈകുന്നത് നേരത്തെ മീഡിയ വൺ വാർത്തയാക്കിയതായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ വ്യവസ്ഥകളോടെയാണ് കരാർ ഒപ്പുവയ്ക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്? ഫണ്ടിന്റെ കുറവ് കാരണം നിർമ്മാണത്തിന്റെ വേഗതയെ ബാധിക്കുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരും നൽകാനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകണമെന്നതായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും 817.80 കോടി രൂപ വീതമാണ് രണ്ട് സർക്കാരുകളും നൽകാനുള്ളത്. പക്ഷേ ഈ ആർബിട്രേഷൻ കേസ് നിലനിൽക്കുന്നതിനാൽ അത് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകൂ എന്നുള്ള ഒരു നയം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം എത്രയും വേഗം തന്നെ ഈ ത്രികക്ഷി കരാർ ഒപ്പുവെക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിന് പക്ഷേ വ്യവസ്ഥയോടെയായിരിക്കും ഈ ഒരു ത്രികക്ഷി കരാർ ഒപ്പുവെക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ആദ്യം അദാനിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ആർബിട്രേഷന് പോയിട്ടുണ്ട്. അത് ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇരു പാർട്ടികളും പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസുകൾ പിൻവലിക്കുന്ന മുറയ്ക്കായിരിക്കും ഈ ത്രികക്ഷി കരാർ ഒപ്പുവെക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക. മാത്രമല്ല 2019 ഡിസംബറിൽ ആയിരുന്നു യഥാർത്ഥത്തിൽ ഒന്നാം ഘട്ടം വിഴിഞ്ഞം പദ്ധതിയുടെ പൂർത്തിയാകേണ്ടിയിരുന്നത്. അത് പല കാരണങ്ങളാൽ നീണ്ടുപോയി. ഇപ്പൊ 5 വർഷം നീണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ കാലതാമസം അത് മാപ്പ് നൽകി ഒഴിവാക്കുകയാണ്. പകരം ഈ 5 വർഷം കൂടെ 2024 ഡിസംബർ 3 പൂർത്തിയാക്കിയാൽ മതി എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്.